നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയെ നടുക്കി ഇരട്ടക്കൊലപാതകം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അതിക്രൂര കൊലപാതകങ്ങൾ ഉണ്ടായത്. കലഞ്ഞൂർ പാടത്ത് ഭാര്യയെയും സുഹൃത്തിനെയും യുവാവ് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. വൈഷ്ണവി, വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവർക്കിടയിൽ അവിഹിത ബന്ധമുണ്ട് എന്ന സംശയത്തെ തുടർന്നാണ് ഭർത്താവ് വൈഷ്ണവിയെയും മാത്രമല്ല വിഷ്ണുവിനെയും കൊലപ്പെടുത്തിയിരിക്കുന്നത്. വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജുവിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പോലീസ്. കൊടുവാൾ ഉപയോഗിച്ചായിരുന്നു അതിക്രൂര കൊലപാതകം നടന്നത്. കൂടൽ കലത്തൂർ പാടത്ത് ഭാര്യയും ആൺസുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത് അവിഹിത ബന്ധം സംശയിച്ചെന്ന് പോലീസ് എഫ്ഐആർ ഇടുകയും ചെയ്തു. ഇന്നലെ രാത്രി 11:30 കൊലപാതകം. വീട്ടിലുണ്ടായ വഴക്കിനെ തുടർന്ന് ഓടി വിഷ്ണുവിന്റെ വീട്ടിലെത്തിയ വൈഷ്ണവിയെ ബൈജു സിറ്റ് ഔട്ടിലിട്ട് വെട്ടുകയായിരുന്നു. വിഷ്ണുവിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വെട്ടി വീഴ്ത്തുകയായിരുന്നു. കൊലപാതകത്തിന് ഉപയോഗിച്ചത് കൊടുവാൾ എന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട്. വൈഷ്ണവി സംഭവസ്ഥലത്തും വിഷ്ണു ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടയിലുമാണ് മരിച്ചത്. അയൽവാസിയായ വിഷ്ണുവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം നടന്നതെന്നതും ശ്രദ്ധേയം. ഭാര്യയും വിഷ്ണുവും തമ്മിൽ ബന്ധമുണ്ടെന്ന് ബൈജുവിന് സംശയമുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് പത്തനംതിട്ട കലഞ്ഞൂരിൽ ഇരട്ട കൊലപാതകം നടന്നത്. കൊലപാതകം നടത്തിയ ഉടൻ ബൈജു സുഹൃത്തിനെ വിവരം അറിയിച്ചു. തുടർന്ന് സുഹൃത്ത് പോലീസിനെ വിവരം അറിയിച്ചു. വിഷ്ണുവിന്റെ തലയിൽ 8ഓളം വെട്ടുകൾ ഏറ്റിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പത്തനംതിട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു വാർത്തയാണ്. കൂട്ടുകാരിയെക്കുറിച്ച് മോശം പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് വാഴത്തോട്ടത്തിൽ വിളിച്ചു വരുത്തി 16-കാരനെ സമപ്രായക്കാർ വിചാരണ നടത്തി അതിക്രൂരമായി മർദ്ദിച്ചു. തിരുവനന്തപുരം തൊളിക്കോടാണ് ഈ സംഭവം. പുറത്തു പറയാതിരിക്കാൻ 16-കാരനെയും അനുജനെയും ഭീഷണിപ്പെടുത്തി. തൊളിക്കോട് പനക്കോട് മേഖലയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മർദ്ദനമേറ്റ കുട്ടിയുടെ രക്ഷകർത്താക്കൾ പരാതി നൽകി. തുടർന്ന് 3 പേരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി ഇവരെ കെയർ ഹോമിലേക്ക് മാറ്റും. കഴിഞ്ഞ മാസം 16-നാണ് ഈ സംഭവം നടന്നത്. ഇതിന്റെ വീഡിയോ അടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വരികയായിരുന്നു. വീഡിയോ 16-കാരൻ്റെ അമ്മ കണ്ടു. അങ്ങനെയാണ് വിവരം പുറം ലോകം അറിയുന്നത്. തുടർന്ന് ആര്യനാട് പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ വർഷം SSLC പഠനം പൂർത്തിയാക്കിയവരാണ് മർദ്ദനമേറ്റ 16-കാരനും മർദ്ദിച്ചവരിൽ 2 പേരും. മൂന്നാമത്തെയാൾ +1 വിദ്യാർത്ഥിയാണ്. 16-കാരനോട് കാര്യങ്ങൾ ചോദിക്കുന്നതിനിടെ 3 പേരിൽ ഒരാൾ ഈ 16-കാരന്റെ മുഖത്ത് അടിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നിലത്തു വീണു ഈ അടിയേറ്റ്. പിന്നാലെ വന്നയാൾ പുറത്ത് കയറിയിരുന്ന് മുഖത്ത് മർദ്ദിച്ചു. ഇതിനിടെ നിലവിളിച്ച കുട്ടിയെ ആക്രമിക്കാനും ഉറക്കെ വിളിച്ചു പറയുന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കേൾക്കാവുന്നതാണ്. സംഭവം പുറത്ത് പറയരുതെന്ന് ഇരുവരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഞെട്ടിക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. മർദ്ദിച്ചവരും മർദ്ദനമേറ്റവരും ഏത് പ്രായക്കാരാണ് എന്നതാണ് ഇവിടെ ഏറ്റവും ഗൗരവകരമായ കാര്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.